എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. നിന്റെ അച്ഛൻ പറഞ്ഞത് ആദ്യം ഞാനും വിശ്വസിച്ചില്ല. ഇത് നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ നടത്തുന്ന നാടകമായിരിക്കും. അല്ലെങ്കിൽ ഈ മനംമാറ്റത്തിനും വിരുന്ന് നൽകലിനും പിന്നിൽ അച്ഛന് വേറെന്തോ ലക്ഷ്യമുണ്ട്. നീ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറാതെ പാറു. ശരി, നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയാ അച്ഛൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചെന്ന് കൂട്ടിക്കോ. എന്തു തന്നെയായാലും എനിക്ക് നിന്നെയും ഗിരിയും കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനും ഒരവസരമായില്ലേ? ഇനി അച്ഛന്റെ അനുവാദത്തോടെ തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനും നിങ്ങൾക്ക് അങ്ങോട്ട് വരാനും സാധിക്കുമല്ലോ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിന്നോട് സംസാരിക്കാലോ. അമ്മയ്ക്ക് ഫ്രീഡത്തോടെ ഞങ്ങളെ കാണാനും അച്ഛനെ ഞങ്ങളെ അംഗീകരിക്കാനും നാട്ടുകാരുടെ കാരുണ്യം വേണ്ടി വന്നു. കഷ്ടം. നീ ഇത് വിടു പാറു. അച്ഛന്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ മനസ്സൊരിക്കലും മാറാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മുൻവിധി വേണോ? ഒരുപക്ഷെ നിന്റെ അച്ഛന് ശരിക്കും ഒരു മനമാറ്റം ഉണ്ടായതാണെങ്കിലോ? അതിന് അച്ഛന്റെ ജീനിന് മാറ്റം വരണം. അതേതായാലും സംഭവിക്കാൻ പോണില്ല. ഇതിലെന്തോ ചതിയുണ്ടമ്മേ. എന്റെ മനസ്സ് പറയുന്ന കഥ. എന്ത് ചതി? ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും അച്ഛനെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. നീ ഇതുപോലെ ഓരോന്ന് ചിന്തിച്ച് ഒടുക്കം വിരുന്നിന് വരാതിരിക്കരുത്. ക്ഷണിച്ചിട്ട് വരാതിരുന്നാ അച്ഛന്റെ വീതം വീണ്ടും മാറും. പിന്നെ അത് ശരിപ്പെടുത്തിയെടുക്കാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അപ്പച്ചി, അപ്പച്ചി, ചായ. മോളെ, അമ്മാവിന്റെ മനസ്സ് മാറിയെന്ന് പറഞ്ഞിട്ട് പാറുവിന് അത്രയ്ക്ക് വിശ്വാസം പോരാ. ഇവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ചിലപ്പോ ഇതും പറഞ്ഞ് ഇവള് വിരുന്നിന് വന്നൂന്ന് വരില്ല. ഇപ്പോ അതാ എന്റെ ടെൻഷൻ. എല്ലാം ഒരുവിധം കരക്കെടുക്കുമ്പോ ഇവളിങ്ങനെ പുറംതിരിഞ്ഞു നിന്ന അമ്മാവിന് വീണ്ടും ദേഷ്യമാവും. അമ്മായി വിഷമിക്കണ്ട. ഏട്ടനെയും പാറുവിനെയും വിരുന്നിന് കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പാറു വരും. ഇല്ലേ പാറു?